ഹായ് ഡിയേഴ്സ്, അസ്സാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാഹ് ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ പറയുന്നത് നമ്മൾ റമദാനിൽ 13 എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നമ്മൾ രാവിലെ അത്താഴം മുതലുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടോക്കാം. വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാം, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പറയേണ്ടത്, നമ്മൾ വീഡിയോക്ക് ഇപ്പോൾ അത്യാവശ്യം വ്യൂസൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷേ കമൻറ്റ് കുറവാണ് കേട്ടോ. 1-2 കമൻറ്റൊക്കെ നമ്മളെ വീഡിയോക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും കേട്ടോ, നെഗറ്റീവായാലും പോസിറ്റീവായാലും എന്തായാലും നമ്മളെ വീഡിയോക്ക് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ കമൻറ്റ് കാണുമ്പോഴാണല്ലോ പിന്നെ ആൾക്കാർ വീഡിയോ കാണുമ്പോൾ അവർക്കൊരു പ്രചോദനമാവുക. അപ്പോൾ ആരായാലും ഇപ്പം അധികം ആൾക്കാർ നമ്മളൊരു വീഡിയോ കാണണമെങ്കിൽ അതിൻ്റെ കമൻറ്റ് നോക്കും. അപ്പോൾ കമൻറ്റിൽ നമ്മൾ എന്തെങ്കിലും നല്ല കാര്യം അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യം പോസിറ്റീവായിട്ടുള്ള കാര്യം എഴുതിയിട്ടുണ്ടെങ്കിൽ അതെന്താ അങ്ങനെ എന്നുള്ളതിൽ വീഡിയോ കാണാൻ തോന്നില്ല അങ്ങനെ. അപ്പോൾ നിങ്ങൾ എന്ത് അഭിപ്രായമാണെങ്കിലും കമൻ്റായിട്ട് എഴുതട്ടോ. അപ്പം വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്കും കൂടി ചെയ്യുക, അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അത്താഴം മുതലുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് ഇതിൽ നിന്ന്. അപ്പോൾ ഞാൻ 4:15 അലാറം വെച്ചിട്ട് 4:25 അലാറം അടിക്കുമ്പോൾ അങ്ങനെ. നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കാനൊന്നുമില്ല, കുക്ക് ചെയ്യാനോ. അത്താഴത്തിനുള്ളതൊക്കെ റെഡിയാണ് കേട്ടോ. കാരണം നമ്മൾ പത്തിരി തന്നെയാണ് അത്താഴത്തിന് കഴിക്കുന്നത്. അപ്പോൾ മോനിസിന് ദോശ വേണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് 2-3 ദോശ ചുട്ടുന്നുള്ളൂ. നമ്മൾ എന്താ പറയുക, എണീറ്റ് എൻ്റെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ 2 റക്അത്ത് സുന്നത്തൊക്കെ നിസ്കരിച്ച് 4:45 കേട്ടോ കിച്ചണിലേക്ക് വരുമ്പോൾ. ഞാൻ നമ്മളെ ഫുഡും കാര്യങ്ങളൊക്കെ ചൂടാക്കലും എല്ലാം കഴിഞ്ഞപ്പോൾ മോനിസ് എണീറ്റ് വന്നിട്ട് അവനക്ക് ദോശ വേണമെന്ന് പറഞ്ഞപ്പോൾ 2-3 ദോശ കൂടി ചുട്ടു. അങ്ങനെയൊക്കെ. ഇപ്പോൾ തലേന്ന് നമ്മൾ ചിക്കൻ കറി ഉണ്ടായിരുന്നു, ആ ചിക്കൻ കറി ചൂടാക്കി ദോശയും അത്. അപ്പോൾ ചോറ് നമ്മൾ അധികം വെക്കൂല കേട്ടോ. കാരണം നമ്മൾ നമ്മൾ നോമ്പെടുക്കുമ്പോൾ പത്തിരി ദോശയൊക്കെ ഉണ്ടെങ്കിൽ അതന്നെയാണ് അധികം തിന്നാം. അതിനനുസരിച്ച് അതില്ലെങ്കിൽ ഞാൻ ചോറ് വെക്കുള്ളൂ, അങ്ങനെ. അപ്പോൾ അന്ന് നമ്മൾ ദോശയും പത്തിരിയും ചിക്കൻ കറിയും അതൊക്കെ കഴിച്ചു. ഇപ്പോൾ നമുക്ക് അരി അരക്കട്ടെ, വെള്ളപ്പത്തിന് അരി അരച്ചേക്കട്ടെ. അപ്പോൾ 5 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അരി അരച്ച് കഴിഞ്ഞാൽ നമുക്ക് പിറ്റേന്ന് നോമ്പ് നമ്മൾ വൈകുന്നേരം 5 മണിയൊക്കെ ആകുമ്പോൾ ചൂടാനൊക്കെ നിൽക്കില്ല, അങ്ങനെ ചൂടാലോ. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ ഞാനിത് അരി അരക്കാൻ നിന്നപ്പോൾ ഫസ്റ്റ് തന്നെ എനിക്ക് നല്ലൊരു പണി കിട്ടിയിട്ടാണ്. അപ്പോൾ മിക്സിയിൽ അരി ഇട്ടത് കുറച്ച് കൂടി പോയെന്ന് തോന്നുന്നു, അത് പൊന്തി വന്ന് മേലേക്ക്. അങ്ങനെ സാധാ അങ്ങനെ ആവലൊന്നുമില്ല കേട്ടോ, ഞാൻ ഇങ്ങനെ നിൽക്കലൊന്നുമില്ല. ഇതെന്താവാ അരി കൂടിയിട്ടാണെന്ന് തോന്നുന്നു. അങ്ങനെ അതൊക്കെ ക്ലീനാക്കി തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ അരി അരച്ച് വെക്കുന്നുണ്ട്. നമ്മൾ വെള്ളപ്പത്തിനാണ് കേട്ടോ അരി അരച്ച് വെക്കുന്നത്. അപ്പോൾ ഞാൻ സോഡാപ്പൊടി ഇട്ടിട്ട് തന്നെ അരച്ച് വെക്കാണ് മാവ്, അങ്ങനെ. അപ്പം ഞാൻ അത്താഴത്തിന് എണീക്കുമ്പോൾ ചിലപ്പോൾ 4 മണിക്ക് എണീക്കുക, 4:15 എണീക്കും, അങ്ങനെയൊക്കെ ഇട്ടാം. അപ്പോൾ നമ്മൾ മീൻ ഫ്രൈ അതെല്ലാം ഉപ്പേരി ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാനുണ്ടെങ്കിൽ ഞാൻ അത്താഴത്തിന് തന്നെ കേട്ടോ ഉണ്ടാക്കിയ മടിയൊന്നും അങ്ങനെ ഉണ്ടാക്കി വെക്കില്ല. ചോറ് വെക്കാനുണ്ടെങ്കിൽ ചോറ് വെച്ച് വെക്കും. അതുപോലെ തന്നെ കറി മീൻ മുളകിടുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്ത് വെക്കും. പൊരിക്കലും ഉപ്പേരി ഉണ്ടാക്കലും എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കും കേട്ടോ. 4 മണിക്ക് എണീറ്റിട്ട് ഫ്രഷോട് ഉണ്ടാക്കി കഴിക്കുക കേട്ടോ ചെയ്യാം. അപ്പോൾ അതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ 4:15 എണീറ്റിട്ടുണ്ടായിരുന്നത്, അങ്ങനെയൊക്കെ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ അത്താഴത്തിന് എണീറ്റിൻ്റെ ശേഷം ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ വെള്ളിയാഴ്ച ആണല്ലോ, അപ്പോൾ നമ്മൾ പണികളൊക്കെ വേഗം കഴിച്ചിട്ട് നമുക്ക് കുറച്ചധികം നേരം ഓതാനും നിസ്കരിക്കാൻ നിസ്കരിക്കാനും അങ്ങനത്തെ ഒക്കെ ഉണ്ടായതുകൊണ്ട് വെള്ളിയാഴ്ച ഞാൻ സാധാരണ ഉറങ്ങലില്ല കേട്ടോ. നോമ്പിന് അത്താഴത്തിന് എണീറ്റ എല്ലാ പ്രാവശ്യം അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഓത്തും കാര്യങ്ങളായിട്ട് അങ്ങനെ നിൽക്കും. അങ്ങനെ ഞാനിപ്പോൾ രാവിലെ 7:30 ആയിക്കണം. മുറ്റടിക്കാനൊക്കെ നിൽക്കുമ്പോൾ കേട്ടോ കുഞ്ഞിരായും മോനൂസും കൂടെ ഇറച്ചി ഇതൊക്കെ കാര്യങ്ങളൊക്കെ വാങ്ങാൻ പോയിട്ടുണ്ട്. അപ്പോൾ വണ്ടി അവിടുന്ന് പോയപ്പോൾ ഞാൻ മുറ്റടിക്കലൊക്കെ ആദ്യം വേഗം കഴിച്ചു. ഇനിയിപ്പോൾ അകം അടിച്ച് ക്ലീനാക്കി തുടക്കലൊക്കെ കേട്ടോ അടുത്ത പരിപാടി. അപ്പോൾ പെട്ടെന്ന് ഞാൻ പണികളൊക്കെ തീർക്കാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ സിറ്റ് ഔട്ട് അന്ന് ആദ്യം തുടച്ചെടുക്കുക വെച്ചാൽ സിറ്റ് ഔട്ടിൽ നല്ല പൊടിയാണല്ലോ. അങ്ങനെ സിറ്റ് ഔട്ട് ആദ്യം ഞാൻ ക്ലീനാക്കി തുടച്ച് ഇടാമെന്ന് വിചാരിക്കണം, അങ്ങനെ. അപ്പം നമ്മൾ അത്താഴത്തിന് എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം ഒന്ന് ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഒരു ജാതി പുറത്തേടാണ് കേട്ടോ. നമുക്ക് ഇങ്ങനെ നെഞ്ഞത്ത് കെട്ടി നിൽക്കണ പോലൊക്കെ തോന്നും, ഫുഡ് ഇങ്ങനെ ദഹിക്കാത്ത പോലൊക്കെ തോന്നും. ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഭയങ്കര പുറത്തേടാണ് കേട്ടോ. ഒന്നും നമ്മൾ ചെറുതായിട്ട് ഒരു അരമണിക്കൂറെങ്കിലും ഉറങ്ങി എണീക്കണം, എന്നാലൊന്ന് ശരിയാവുള്ളൂ. പക്ഷേ ചില ദിവസം കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ ചോറൊക്കെ കഴിക്കുന്ന ദിവസമാണ് അങ്ങനെ ഉണ്ടാവുക, അങ്ങനെ. അപ്പോൾ ഇന്നിപ്പം വല്ലാതെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ ഉറങ്ങിയില്ലെങ്കിൽ ഭയങ്കര പൊറുതിയേടാണ്. അപ്പോൾ ഞാൻ ഉറങ്ങി നമ്മൾ സുബഹിസ്കാരം കഴിഞ്ഞ് ഓത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഉറങ്ങുമ്പോൾ തന്നെ നമ്മൾ 6:30 6:45 അങ്ങനെയൊക്കെ ആവും കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ചിലപ്പോൾ 8:30 9 മണി വരെ ചിലപ്പോൾ ഉറങ്ങും. അപ്പോൾ ഉറങ്ങി എണീറ്റാലും ഒരു ജാതി പൊറുതിയേടാണ്. നമ്മൾ വെയിലറച്ച് എണീറ്റ് കഴിഞ്ഞാൽ
ഒരു എനർജി ഉണ്ടാവില്ല നമുക്ക് എല്ലാതും ചെയ്യാൻ. പക്ഷേ ഇന്ന് അങ്ങനെയല്ല കേട്ടോ, നല്ല എനർജി ഉണ്ടായിട്ട് ചെയ്യാൻ. കാരണം നമ്മൾ ഉറങ്ങാത്തൊരു പുറത്തേത് ഉണ്ടെങ്കിലും പക്ഷേ നമുക്ക് എല്ലാം ഉഷാറിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കണ അന്നാകുമ്പോൾ എനിക്ക് പ്രത്യേക എനർജിയാണ് കേട്ടോ പണികളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ അന്ന് ഞാൻ രാവിലെ മുതലേ എന്നാൽ പുലർച്ചെ അത്താഴം മുതലേ ക്യാമറ സ്റ്റാൻഡ് പിടിച്ച് അങ്ങോട്ട് നടക്കുക അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. രാത്രി എന്താ പറയുക, നോമ്പ് തുറ വരെ ക്യാമറ സ്റ്റാൻഡായിട്ട് നടക്കുകയാണ് ഞാൻ. അങ്ങനെ നമ്മൾ ഡേ ലൈഫ് എടുക്കുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ട് റിസ്ക് ആണല്ലോ, എല്ലാ കാര്യങ്ങളും നമ്മൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കണ്ടേ. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ ക്യാമറ സ്റ്റാൻഡായിട്ട് ഇങ്ങനെ നടക്കാം കേട്ടോ. അപ്പോൾ കുഞ്ഞിട്ട് ഒരു ഉച്ചയായപ്പോൾ വന്നപ്പോൾ എന്നെ കണ്ടം പറയിച്ച് രാവിലെ തുടങ്ങിയിരിക്കണല്ലോ ഇതായിട്ട് നടക്കലെന്ന് അറിയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഡയമണ്ട് ലൈഫ് എടുക്കണം കുഞ്ഞിട്ട് അതാണെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ഇപ്പോൾ തന്നെ ഞാൻ നമ്മളെ ബെഡ്റൂമിൽ ബെഡ്ഷീറ്റ് കൊട്ടിപ്പിരിക്കൽ എല്ലാം മടക്കലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ മറ്റേ ബെഡ്റൂമും കൂടെ ക്ലീൻ ആക്കാൻ കേട്ടോ. അപ്പോൾ മോണ്ടന് ഇവിടെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് നീപ്പിട്ട് അവിടെ പോയി കിടത്തി. എന്നിട്ട് ഞാൻ ഇതൊന്ന് ഇവിടെ ക്ലീൻ ആക്കാൻ നിന്ന്. അവനക്കന്ന് ക്ലാസ്സും ഉണ്ടായിരുന്നു കേട്ടോ, 10 മണിക്ക് പോകാനും ഉണ്ട് അവനോട്. ഞാൻ എണീറ്റൂടെ പോകാറ്, ഞാൻ കുറച്ച് നേരം കൂടെ കിടക്കട്ടെ അറിഞ്ഞുകൊണ്ട് അപ്പുറം മറ്റേ റൂമിൽ പോയി കിടന്നു. അപ്പോൾ ഞാൻ ഈ റൂമും കൂടെ അങ്ങോട്ട് ക്ലീൻ ആക്കിയിട്ടാണ് ബെഡ്ഷീറ്റൊക്കെ പിരിച്ചിട്ടും. ഇനിയിപ്പോൾ ഞാൻ ഒരു സംഭവം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ നെസ്റ്റോയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് ഓഫറിന് എടുത്താണ് കേട്ടോ 2 ജോഡി ചെരുപ്പ് ഷൂ ആണ് എടുത്തിട്ടുണ്ടായത്. ഒരു ഷൂ ഒരു ചെരുപ്പായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ നെസ്റ്റോൻ്റെ ഒന്നാം വാർഷികം കഴിക്കണമല്ലോ നെസ്റ്റോൻ്റെ. അപ്പോൾ അതിൻ്റെ ഓഫറും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ മക്കൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തിരുവിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫോണിൽ കണ്ട് സ്റ്റാറ്റസ് ഇങ്ങനെ കാണും കേട്ടോ ഓഫറിൻ്റെതൊക്കെ. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളും ഓഫറായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നെസ്റ്റോയിൽ കയറി നോക്കാമെന്നുള്ളതിൽ അങ്ങനെ കയറിയപ്പോൾ മക്കൾക്കൊക്കെ ഷൂ ഒക്കെ എടുത്തു. അതുപോലെ എനിക്ക് 2 ചെരുപ്പ് എടുത്തു. അപ്പോൾ ഇത് ഒരു ജോഡിക്ക് 140 രൂപ ആയിട്ടുള്ളൂ. അപ്പോൾ 2 അങ്ങനെ എടുത്തു. നമ്മളെ കിച്ചൺ ടവലില്ലേ അതും 29 രൂപ ആയിട്ടുള്ളൂ 3 ടവലിന് കേട്ടോ. അങ്ങനെ നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്തില്ലേ അതാണ് കേട്ടോ. അതപ്പോൾ അത് 3 29 രൂപ അങ്ങനെ ഓഫറിന് കിട്ടിയതാണ്. അങ്ങനെ അപ്പോൾ അതെടുത്തു. 2 മാറ്റും എടുത്തു അങ്ങനെ കേട്ടോ. മക്കൾക്ക് ഷൂ വീട്ടിലിടാനുള്ള പാൻസ് ടീഷർട്ട് അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഓഫറുണ്ട്, അതൊക്കെ എടുത്തു. അങ്ങനെയൊക്കെ അപ്പോൾ ആ 2 ചെരുപ്പാണ് എനിക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചെരുപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ചെരുപ്പ് ഇഷ്ടമായോ ഇല്ലയോ, ഷൂ ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നെസ്റ്റോയിൽ ഓഫർ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. 12-ാം തീയതി മുതൽ 17-ാം തീയതി വരെയാണ് ഓഫർ. അവരെ വാർഷികത്തിൻ്റെ ഭാഗമായിട്ടാണത്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നെസ്റ്റോയിലൊന്ന് പോയി നോക്കാം കേട്ടോ. അപ്പോൾ ഫാൻസി ആയാലും എല്ലാത്തിനും നല്ല ഓഫർ തന്നെ ഉണ്ട്. ഫ്രൂട്ട്സും അതുപോലെ തന്നെ വെജിറ്റബിൾസും അങ്ങനെയൊക്കെ. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ പോയി വാങ്ങിക്കോട്ടെ. ഇനിയിപ്പോൾ ഞാൻ നമ്മൾ അടിക്കലൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ തുടയ്ക്കാൻ നിന്നു കേട്ടോ. അപ്പോൾ തുടയ്ക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ ഉന്നിരായും മോനസും ഇറച്ചിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുളിക്കണം മുന്നേ തന്നെ അത് ക്ലീൻ ചെയ്യലും കഴുകലും അതുപോലെ തന്നെ നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കാനുള്ളത് വെക്കലും നമുക്ക് ആവശ്യമുള്ളത് വേവിച്ചും കൂടി വെക്കാൻ വിചാരിക്കാം കേട്ടോ. അപ്പോൾ ബീഫ് കൊണ്ടുവന്നിട്ടുണ്ടായി. ബീഫാണ് കട്ട് ചെയ്യാതെ കേട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായി. സാധാ കട്ട് ചെയ്തിട്ടാണ് കൊണ്ടില്ല. ഇപ്പോൾ എന്താ തിരക്കട്ടയിക്കാരോ അതുകൊണ്ടാവും കട്ട് ചെയ്യാതെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ അത് കട്ട് ചെയ്യാനൊക്കെ ഉണ്ട്. മട്ടനും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് മട്ടൻ വെച്ചിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു കുറുമ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ മട്ടനുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴുകി നമ്മൾ മട്ടനെ വേവിച്ചേക്കുക. നമ്മൾ അപ്പോൾ അതിലേക്കുള്ള ബീഫൊന്ന് വേവിച്ചെടുക്കും. അപ്പോൾ ഞാനിതാ നമ്മുടെ ബീഫ് കട്ട് ചെയ്യണ മുന്നായിട്ട് നമ്മൾ മട്ടനിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ക്ലീൻ ആക്കാന്നുള്ളതിൽ അപ്പോൾ അത് കട്ട് ചെയ്ത് നല്ലൊന്ന് കഴുകിയിട്ട് നമ്മൾ ബീഫ് സ്നാക്കിലുള്ള ബീഫ് മാത്രം കുറച്ച് ബീഫ് മാത്രമാണ് എടുക്കുന്നുള്ളൂ. ബാക്കി ഞാൻ ഇതുപോലെ എല്ലാം ക്ലീൻ ആക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് 2 പാത്രത്തിലാക്കിയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ കഴുകിയിട്ട് മൊത്തത്തിൽ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിതാ അത് നമ്മളെ സ്നാക്കിലേക്കുള്ള ബീഫില്ലേ അതും നല്ലൊന്ന് കഴുകിയെടുത്തു. ഇനി മട്ടനൊന്നും നല്ല വിശദമായിട്ട് തന്നെ കഴുകാണ്ടാവും കേട്ടോ. കാരണം അതിൽ എപ്പം നമ്മൾ മട്ടൻ കൊണ്ടുവരാണെങ്കിലും ആടിൻ്റെ രോമോ അല്ലെങ്കിൽ ഈ മരത്തിൻ്റെ കഷ്ണങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷേ അന്ന് കൊണ്ടുവന്നതിൽ അതൊന്നും ഇല്ലായിരുന്നു കേട്ടോ. നല്ല ക്ലീനായിരുന്നു. അതുകൊണ്ട് കഴുകൽ പെട്ടെന്ന് കഴിഞ്ഞു. എന്നാലും നമ്മൾ രോമം നല്ല നോക്കിയിട്ട് വേണമല്ലോ. അങ്ങനെ ഒക്കെ കഴുകി കഴിഞ്ഞിട്ടുണ്ട്, ക്ലീനാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ബീഫ് 2 പാത്രത്തിലാക്കിയിട്ട് വെക്കാം. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതിയല്ലോ. അപ്പോൾ ഞാനിതാ വേറൊരു പാത്രത്തിലും കൂടെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വലിയൊരു പീസ് കട്ട് ചെയ്യാതെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്കതുപോലെ എന്തെങ്കിലുമൊക്കെ എടുക്കാമെന്നുള്ളതിൽ സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ എടുക്കാമെന്നുള്ളതിൽ അതിന് വലിയ പീസ് ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയൊക്കെ ഞാൻ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഫ്രീസറിലേക്ക് വെക്കുകയാണ് കേട്ടോ. അങ്ങനെ
അപ്പോൾ ഞാൻ ഫ്രീസറിൽ ഇങ്ങനെ ചിക്കനായാലും ബീഫായാലും പിന്നെ ഫിഷ് എന്തായാലും ഞാനിങ്ങനെ കഴുകിയിട്ട് വെള്ളത്തോട് കൂടിയിട്ട് അങ്ങനെ വെക്കട്ടെ ചെയ്യൽ. ഇങ്ങനെ നമ്മൾ ഇറച്ചി ഐറ്റംസ് മീൻ ഐറ്റംസൊക്കെ ഇങ്ങനെ നമ്മൾ ഫ്രിഡ്ജിൽ ഇങ്ങനെ വെള്ളത്തോട് കൂടി വെക്കുകയാണെങ്കിൽ നമ്മൾ എടുക്കുമ്പോൾ നല്ലൊരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. പുതിയതുപോലെ തന്നെ ഉണ്ടാവും നമുക്ക്. അപ്പം നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് എന്താണ് ഐസ് വിട്ട് വരാൻ കുറച്ച് പണിയാണ്, എന്നാലും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. മീനായാലും ചിക്കനായാലും അങ്ങനെയൊക്കെ. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കട്ടെ. അധികം ആൾക്കാർ ചെയ്യലുണ്ടാവും അങ്ങനെ വെള്ളത്തോട് കൂടി തന്നെ വെച്ച് നോക്കുന്നുണ്ടാവും. പക്ഷേ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ ചിക്കനൊക്കെ വെക്കുമ്പോൾ വെള്ളത്തിൽ കഴുകിയിട്ട് വെള്ളത്തോട് കൂടിയിട്ട് അതിൽ വെക്കുക. വെള്ളത്തോട് കൂടി എന്ന് പറഞ്ഞാൽ നിറയെ വെള്ളം ഒഴിച്ചിട്ട് തന്നെ വെക്കുക. അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട് തന്നെ വെക്കട്ടെ. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ നല്ല ഫ്രഷ് പിന്നെ മീനായാലും ചിക്കനായാലൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. ഇനിയിപ്പോൾ ഞാനിത് മട്ടനൊന്ന് വേവിച്ച് വെക്കാം കേട്ടോ ആദ്യം. അപ്പോൾ നമ്മൾ കുളിക്കണം മുന്നേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കണം. പിന്നെ ഉച്ചയ്ക്ക് ശേഷം നമുക്ക് അസറിന് ശേഷം പിന്നെ കിച്ചണിലേക്ക് വന്നാൽ മതിയല്ലോ. അപ്പോൾ ഞാൻ മറ്റുള്ള ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ നമ്മൾ കുക്കർ വിസിലടിക്കുമ്പോൾ ഒരുമാതിരി സ്മെല്ല് വരല്ലോ. അപ്പോൾ അതില്ലായിരിക്കാൻ ഞാൻ 2-3 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ട് കേട്ടോ. അപ്പോൾ പിന്നെ വെളുത്തുള്ളിൻ്റെ സ്മെല്ലാവും നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ 2-3 അല്ലി വെളുത്തുള്ളി ചേർത്തിട്ട് പിന്നെ മട്ടനൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി ഞാൻ ഫിഷ് നമ്മളെ ബീഫും ഞാൻ പറഞ്ഞില്ല സ്നേഹത്തിലുള്ള ബീഫ് അതും വേവിച്ച് വെക്കാൻ എന്ന് വിചാരിക്കാം കേട്ടോ. അപ്പം അത് ഞാൻ ഇതുപോലെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ അതിൽ കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാനന്ന് കോഴിവടയാണ് ഉണ്ടാക്കാൻ വിചാരിക്കുന്നത്. അപ്പോൾ കോഴിവട ആയതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് തന്നെയാണ് വെക്കുന്നത്. പിന്നെ അതുപോലെ ഉപ്പിട്ടിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചും കണ്ട് വെക്കാട്ടോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഇനിയിപ്പോൾ പിന്നെ നമ്മൾ ഇറച്ചികളൊക്കെ വെന്തിട്ട് വേണമല്ലോ കുളിക്കാനായിട്ട് പോകാൻ. അപ്പോൾ അതിന് മുന്നേ ഞാനിതാ അകത്തുള്ള പ്ലാന്റ്സുകളൊക്കെ ഒരു ചേഞ്ച് വരുത്താണ് കേട്ടോ. അപ്പോൾ പ്ലാന്റ്സ് നമ്മൾ ലിവിങ് റൂമിലുള്ള പിന്നെ സെറ്റിൻ്റെ മേലുള്ള പ്ലാന്റ്സ് അതുപോലെ തന്നെ ടീപ്പോയിലുള്ള പ്ലാന്റ്സൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് 2 മാറ്റിയിട്ട് ഞാൻ പിന്നെ അവിടെ മണി പ്ലാന്റ് വെച്ച് കൊടുക്കാമെന്ന് വിചാരിക്കണം. അപ്പം 2 ടൈപ്പ് മണി പ്ലാന്റ് ആട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പം ഞാൻ ഒരാഴ്ച പിന്നെ ഒരാഴ്ച പിന്നെ ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് പ്ലാന്റ്സ് മാറ്റി കൊടുക്കും കേട്ടോ. എന്നിട്ട് അത് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് പുറത്തേക്ക് വെക്കും. അങ്ങനെയൊക്കെ ചെയ്യൽ കേട്ടോ. അപ്പോൾ അതങ്ങ് ഞാൻ 2 മണി പ്ലാന്റ്സും ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ വേസിൽ ഞാൻ വെള്ളത്തിൽ മണി പ്ലാന്റ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് നല്ല ക്ലീനാക്കി കഴുകി അതിലുള്ള പൊടിയും കാര്യങ്ങളൊക്കെ കഴുകിയതിന് ശേഷം വെള്ളമൊക്കെ ഒന്ന് മാറ്റിയാണ്ട് ഞാൻ പിന്നെ ഇത് നമ്മളെ ഡൈനിങ് ടേബിളിൽ കൊണ്ടുവയ്ക്കുക കേട്ടോ. ഇത് ഞാൻ പർഗോളൻ്റെ ഉള്ളിലായിരുന്നു വെച്ചിരുന്നത്. ഡൈനിങ് ടേബിളിലായിരുന്നു ആദ്യം വെച്ചിരുന്നത്. പിന്നെ അവിടെ നമ്മൾ മറ്റേ ഡെക്കോർ ഐറ്റംസ് ഒക്കെ വെച്ചതിന് ശേഷം ഞാനിത് പർഗോളൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ടാണ്. പർഗോളൻ്റെ ഉള്ളിലേക്ക് വെച്ചപ്പോൾ അത് വല്ലാതെ അങ്ങോട്ട് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാതായി. ഇനിയിപ്പോൾ ഞാൻ ഡൈനിങ് ടേബിളിൽ തന്നെ അത് വെക്കാമെന്ന് വിചാരിക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഒറിജിനൽ പ്ലാൻ രസമല്ലേ, ഭംഗിയല്ലേ, ഒറിജിനലായിട്ടുള്ള പ്ലാൻ ഉണ്ട്. അപ്പോൾ നല്ല ഭംഗിയില്ലേ ഇങ്ങനെ വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾ അഭിപ്രായം പറയട്ടെ കമൻ്റായിട്ട്.
ഇനിയിപ്പോൾ അതാ എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കുക്കറൊക്കെ ഓഫ് ചെയ്ത് ഇറച്ചിയൊക്കെ വെന്തതിന് ശേഷം ഞാൻ കുളിക്കാൻ പോയത് കേട്ടോ. അങ്ങനെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ തസ്ബീഹ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ശേഷം പിന്നെ ഞാൻ കുറച്ച് ഓതായിരുന്നു കേട്ടോ. ഇപ്പോൾ കുറച്ച് അധികം തന്നെ നേരെ ഓതാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പം പള്ളിയിൽ ജുമാൻ്റെ ടൈമാണ് കേട്ടോ. മോനിസ് പള്ളിക്ക് ജുമാക്ക് പോയിട്ടുണ്ട്. പിന്നെ നമുക്ക് പുറത്ത് കുറച്ച് അയൽ ഡ്രസ്സ് വിരിച്ചിടാണ്ട് അതിന് വെയിലത്ത് അതൊക്കെ ചെയ്തു. പിന്നെ ഓത്തൊക്കെ കഴിഞ്ഞ ശേഷം ഇനിയിപ്പോൾ ഞാൻ കുറച്ച് നേരം ഉറങ്ങലൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ അസർ നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് അധികം നേരം റെസ്റ്റൊക്കെ എടുത്തു. അപ്പോൾ നമ്മൾ ജോലികളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ റെസ്റ്റും കൂടെ എടുക്കാനുണ്ടായില്ല. നമ്മുടെ ശരീരത്തിൽ നല്ല ക്ഷീണം ബാധിക്കും. നല്ല ക്ഷീണം ഉണ്ടായി കേട്ടോ. ഒരു ഉറക്കിൻ്റെ ഒരു മന്ദപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഉറങ്ങി എണീറ്റപ്പോൾ ഒന്ന് ലെവലായി. അങ്ങനെ ഞാനിപ്പോൾ അസർ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ കിച്ചണിലേക്ക് വന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ കോഴിവട ഉണ്ടാക്കണം. അപ്പോൾ കോഴിവടയ്ക്കുള്ള ഞാൻ മാവൊന്ന് ആദ്യം കുഴച്ച് വെക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത്തിരി നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ നെയ്യ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ സാധാ നെയ്യ് ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം ഡാൽഡൻ്റെ. അപ്പോൾ ഞാനതിപ്പോൾ ചേർത്തില്ല. അത് അധികം ഉപയോഗിക്കില്ല കേട്ടോ നമ്മൾ. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ നെയ്യാണ് അധികം വാങ്ങുക. മറ്റേ നെയ്യ് ഡാൽഡ അങ്ങനെ വാങ്ങിക്കില്ല. അങ്ങനെയൊക്കെ ഇനിയിപ്പോൾ അതൊക്കെ ഒഴിച്ച് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് പിന്നെ ഇതൊന്ന് ആദ്യം നല്ല മിക്സ് ചെയ്തെടുക്കട്ടെ. നമ്മൾ നെയ്യും വെളിച്ചെണ്ണയും പൊടി ഉപ്പും എല്ലാം നല്ല മിക്സ് ചെയ്തതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നിന്ന് കുഴച്ചൊക്കെ നമ്മൾ സാധാ ചപ്പാത്തിയിലേക്കൊക്കെ മാവ് കുഴക്കണ പോലെ തന്നെ. പിന്നെ അത്ര തന്നെ അങ്ങോട്ട് ലൂസാവേണ്ട കേട്ടോ. ലൂസായാലും നമുക്ക് പരത്താനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാകും. അങ്ങനെ ഒട്ടിപ്പിടിക്കും. നമ്മൾ കോഴിയുടെ അങ്ങനെ ഒട്ടിപ്പിടിക്കും. അപ്പം കുറച്ചൊരു ടൈറ്റായിട്ട് നമ്മളിത് കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം അധികം ഇരിക്കുമ്പോൾ പിന്നെ അത് ലൂസായി വന്നോളൂ. ഞാൻ ഇതുപോലെ കുറച്ച് ടൈറ്റായിട്ട് പിന്നെ കുഴച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ഇരിക്കും കുറച്ച് ലൂസായിരുന്നു മാവ്. അങ്ങനെ ഞാനിപ്പോൾ അതൊക്കെ പിന്നെ അവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ പിന്നെ സവാളകളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. കോഴിയുടെയൊക്കെയുള്ള സവാളയും അതുപോലെ തന്നെ നമ്മൾ പിന്നെ കറിയിലേക്കുള്ള സവാള എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. പിന്നെ അത് ഞാനൊരു ക്യാപ്സിക്കത്തിൻ്റെ കഷ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു തക്കാളി എടുത്തിട്ടുള്ള കറിയിലേക്കും പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. പച്ചമുളക് സവാള എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു സവാള മതി നമുക്ക് കറിയിലേക്ക്. പിന്നെ 2 വലിയ സവാള ഞാൻ ഇപ്പോൾ നമ്മൾ കോഴിയുടെക്കും അങ്ങനെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിക്കണം. അങ്ങനെ ഇപ്പോൾ നമ്മളെ കട്ടയിൽ പരിപാടി മുഴുവൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ബീഫ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ബീഫ് വെന്തിട്ടുണ്ട് കേട്ടോ കോഴിയുടെയൊക്കെ ഉള്ള. അപ്പോൾ അത് ഞാൻ കുക്കറിൽ ഒന്ന് മാറ്റി കൊടുത്തിട്ട് ഇതിലേക്ക് ഞാൻ പരിപ്പില്ലേ നമ്മളെ കടലപ്പരിപ്പ് അത് പിന്നെ കോഴിയുടെയൊക്കെ ഉള്ള തന്നെ കേട്ടോ. അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അത് നല്ലൊന്ന് കഴുകിയിട്ട് ഞാൻ ആ കുക്കറിലേക്ക് തന്നെ ആ വെള്ളത്തിലേക്ക് തന്നെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കട്ടെ. ഒരു 1-2 വിസിൽ മതിയാവും. നമ്മൾ കുറച്ചധികം നേരം വെള്ളത്തിലിട്ടുകൊണ്ട് ഞാൻ ഒരു വിസിൽ അടുപ്പിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ തന്നെ പരിപ്പ് വെന്ത് കിട്ടിക്കോളൂ. ഇനിയിപ്പോൾ നമ്മൾ പിന്നെ മട്ടൻ പിന്നെ കുറുമ ഉണ്ടാക്കാനായിട്ട് വെക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു പിന്നെ എന്താ പറയുക വലിയൊരു കഷ്ണം ബട്ടർ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2-3 കഷ്ണം പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, പിന്നെ ചെറിയ ജീരകം ഇതും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് പിന്നെ മൂത്ത് വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള പിന്നെ അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് ഇതിട്ടിട്ട് ഒന്ന് നല്ലൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ. പിന്നെ ഒരു പച്ചമുളകും ഇട്ടിട്ടുണ്ടായിരുന്നേ.
അതിന് ശേഷം ഇതുപോലെ ഞാൻ നല്ലൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. സവാള ഒന്ന് നല്ല സോഫ്റ്റ് ആവണ വരെ നമുക്ക് വാട്ടിയെടുക്കട്ടോ. ഇനിയിപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ ബട്ടർ കുറവാണെന്ന് തോന്നിയപ്പോൾ ഞാൻ പിന്നെ ബട്ടർ ഇടാൻ നിന്നില്ല, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണയിൽ ഞാൻ ഇതുപോലെ പിന്നെ നല്ല സവാള ഒന്ന് വാട്ടിയെടുക്കട്ടോ. അപ്പം ഇതൊന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് പിന്നെ വാട്ടി വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ടൈം കൊണ്ട് നമുക്ക് മറ്റേ സ്റ്റൗവിൽ നമുക്ക് കോഴിവടക്കുള്ള മസാല ഒക്കെ ഒന്ന് ഫില്ലിങ് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 4 മണിയൊക്കെ കഴിഞ്ഞതല്ലേ, അപ്പം നമുക്ക് പെട്ടെന്ന് സമയം പോകുമല്ലോ. പിന്നെ അസർ ബാങ്ക് കൊടുത്ത് അസർ നിസ്കാരം കഴിഞ്ഞ് കിച്ചണിലേക്ക് വന്നാൽ പിന്നെ നമുക്ക് തീരെ ടൈമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാമെന്നുള്ളതിൽ ഞാനിതപ്പോൾ കോഴിവടക്കുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉരുളി വെച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ കറിക്കുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അത് ഇളക്കി ഒന്ന് സവാള വാട്ടി എടുക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ 4 മണി കഴിഞ്ഞ ശേഷം കിച്ചണിലേക്ക് വന്ന ഒരു യുദ്ധമാണല്ലോ, അതുവരെ കുഴപ്പമുണ്ടാവില്ല. ഇനിയിപ്പോൾ ഞാൻ പിന്നെ നമ്മൾ ഉരുളി ചൂടായി വന്നതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നതിലേക്ക് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച് സവാള, കറിവേപ്പില, പിന്നെ അതുപോലെ തന്നെ പച്ചമുളക് അതിട്ടിട്ടൊന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇഞ്ചും വെളുത്തുള്ളിയും ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇഞ്ചും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ പേസ്റ്റ് ഇട്ട് കൊടുക്കുക ചെയ്തിട്ട് ചതച്ച് തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് സവാള ഒന്ന് നല്ല വാട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് സവാള വാട്ടിയെടുക്കാം. അപ്പോൾ അതവിടെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ കറിയുടെ പണികളും അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ കറിയിലേക്കുള്ള സവാള നല്ല വഴണ്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ടൈമിൽ ഞാൻ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് അതിൻ്റെ പച്ച സ്മെല്ലൊക്കെ പോണ വരെ നമുക്കൊന്ന് നല്ല മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം ഞാൻ ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മല്ലിപ്പൊടി, മുളക് പൊടി ചേർത്തെടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് ചേർക്കണം കേട്ടോ. നമ്മൾ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ പച്ചമുളക് ഇതിൻ്റെ എരിവൊക്കെ ആയിട്ടുണ്ടാവുക. ഞാൻ ഇത്തിരി മുളക് പൊടി ചേർത്തിട്ടുള്ളൂ ഒരു കളറിന് വേണ്ടിയിട്ടുള്ള. അങ്ങനെ ഇനിയിപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് മീറ്റ് മസാലേൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ പൊടികളുടെ സ്മെല്ലൊക്കെ പച്ച സ്മെല്ലൊക്കെ പോണ വരെ ഞാൻ നല്ല വാട്ടിയെടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് പിന്നെ നമ്മൾ പൊടികളൊക്കെ നല്ലൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന തക്കാളി, ക്യാപ്സിക്കം ഇല്ലേ, അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കറിവേപ്പില അതുകൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ. വേവണമെന്നൊന്നുമില്ല, തക്കാളി ഒന്നും വേവണമെന്നൊന്നുമില്ല, അതുപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മട്ടനില്ലേ, അത് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. മട്ടന് വെന്തിട്ടുണ്ട്, എന്നാലും ഒന്നുകൂടി ഒന്ന് സോഫ്റ്റ് ആവാണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ കിടന്നിട്ട് കുറച്ച് നേരം ഒരു 10 മിനിറ്റോളം നമുക്കൊന്ന് വേവിച്ചാൽ മതി. അപ്പോൾ ഇതിന് നമ്മൾ തക്കാളിയും ക്യാപ്സിക്കൊക്കെ വെന്ത് വന്നോളും. ഇനിയിപ്പോൾ ഞാൻ മട്ടൻ ചേർത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ കെറ്റിലിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും വെള്ളം ചേർത്തിട്ടുണ്ട്, അത്രയും ചേർത്തിട്ടുള്ളൂ. ഇനിയിപ്പം മട്ടനൊന്ന് വെന്ത് നല്ലൊന്ന് സോഫ്റ്റ് ആവാനുള്ള വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുകയായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ അതവിടെ കിടന്ന് വേവട്ടെ. ഈ ടൈം കൊണ്ട് നമ്മൾ കോഴിവടക്കുള്ള സവാള നല്ല പിന്നെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. മല്ലിപ്പൊടി, മുളക് പൊടി ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ പിന്നെ സവാളയിലേക്കുള്ള എന്താ പറയുക പൊടികൾ ചേർത്ത് കൊടുത്താൽ മതിട്ട്. നമ്മളെ ബീഫ് നമ്മൾ പൊടികൾ ഇട്ടിട്ട് തന്നെയാണല്ലോ വേവിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ മല്ലിപ്പൊടി, മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ മസാലേൻ്റെ പൊടി കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് നല്ലൊന്ന് പിന്നെ സ്മെല്ലൊക്കെ പച്ച സ്മെല്ല് പോണ പോലെ ഒന്ന് ചൂടാക്കി എടുക്കട്ടോ. അപ്പോൾ ഈ ടൈമിൽ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉരുളി എല്ലാം ചൂടായിക്കണം. അപ്പോൾ പൊടികൾ കരിഞ്ഞ് പോവുകയും ചെയ്യും. പിന്നെ അതുമല്ല നമ്മൾ കറിൻ്റെ പണി അവിടെ നടക്കുന്ന ടൈമിൽ ഉള്ളി വാടി വന്നപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പരിപ്പില്ലേ, ആ പരിപ്പ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ സ്റ്റൗ ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ബീഫ് ഞാൻ ഇതുപോലെ അരപോലെ ഞാൻ മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് മാവ് പോലെ ആക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട്ലൈറ്റിനൊക്കെ ഉണ്ടാക്കുന്ന നമ്മൾ കുറച്ച് മാവ് പോലെ അല്ല ഒന്ന് ആക്കിയെടുക്കുക. ഇത് നമ്മൾ ബീഫ് ആയതുകൊണ്ട് പോലെ ഇതുപോലെയാണ് ആക്കിയെടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ നല്ലൊന്ന് ഇത്
വറുത്തെടുക്കണം കേട്ടോ. നമ്മൾ കോഴിവടയൊക്കെയുള്ള ഒരു പരുവത്തിൽ നല്ലൊന്ന് കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ നമ്മൾ കൈ വെക്കാതെ അങ്ങനെ ഇളക്കി ഒന്ന് വറുത്തെടുക്കണം. പിന്നെ ഇതിലേക്ക് മല്ലിയില കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. പിന്നെ ലാസ്റ്റ് ഞാൻ കുറച്ച് ഗരം മസാലേൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതും കൂടി ചേർത്തത് നല്ലൊന്ന് വറുത്തതിന് ശേഷം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മൾ പിന്നെ ബീഫും പയറും എല്ലാം നമ്മൾ ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. കുറച്ചൊരു ഉണങ്ങി പോലെ അങ്ങനെയാണ് കോഴിവടക്ക് ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ ഒരു ലൂസ് ആയിങ്ങാണ്ട് അങ്ങനെ ഒരു വെള്ളമയം ഉണ്ടാകുക അങ്ങനെ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതുപോലെ ഒന്ന് ഡ്രൈ ആയിങ്ങാണ്ടാണ് ഉണ്ടാവുക കോഴിവടക്ക്. അപ്പോൾ ഇതാ കോഴിവടക്കുള്ള ഫില്ലിങ് റെഡിയായി. ഞാൻ പിന്നെ സ്റ്റൗവൊക്കെ ഓഫ് ചെയ്തു. അങ്ങനെ അപ്പോഴേക്കും ഇതാ നമ്മൾ എന്താ പറയുക മട്ടൻ നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കുകയാണേ. അപ്പോൾ തേങ്ങ നമ്മൾ പിന്നെ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. ചെറിയൊരു മുറി തേങ്ങ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അത് അരച്ചിട്ട് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചിട്ട് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചതിന് ശേഷം ഞാനിതിലേക്ക് പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പില്ലേ, അണ്ടിപ്പരിപ്പ് ഞാൻ ചുടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 10-15 അണ്ടി ഉണ്ടായിരുന്നു. അത് എല്ലാം കഴുകിയിട്ട് ചുടുവെള്ളത്തിൽ ഇട്ട് വെച്ച് അത് അരച്ചതും കൂടെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ തേങ്ങ കലക്കിയതിൻ്റെ കൂടെ തന്നെ ഈ ചേർത്തൊക്കെ തിളപ്പിക്കാനൊന്നും നിൽക്കേണ്ടത്. അതുപോലെ ഞാൻ അരച്ചിട്ട് അതുകൊണ്ട് ചേർത്തിട്ട് പിന്നെ തിളപ്പിക്കാം കേട്ടോ. അതുകൊണ്ട് ചേർത്തതിന് ശേഷം നമ്മൾ മൂടി വെച്ചിട്ട് തന്നെ വേണമെങ്കിൽ തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇനിയിപ്പോൾ ഞാനൊന്ന് തിളപ്പിച്ചെടുക്കട്ടെ. അപ്പോൾ നമുക്ക് ഈ ടൈമിൽ ഇതുപോലെ നമുക്ക് എത്ര നമ്മളെ കറി തിക്നെസ് വേണം അതിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ അത് മിക്സിയുടെ ജാർ കഴുകിയ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോഴാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. നമ്മൾ പിന്നെ മട്ടൻ വേവിക്കുമ്പോൾ ഉപ്പിട്ടിട്ടുണ്ടെങ്കിലും ഇതിൽ കറിയിലേക്കുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് അടച്ചിട്ടൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ കറിയൊക്കെ നല്ല തിളച്ച് വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രഷ് ക്രീം ഒഴിക്കുന്ന വീഡിയോ അങ്ങോട്ട് കിട്ടിയില്ല കേട്ടോ നമ്മൾ ക്യാമറയിൽ. അപ്പോൾ ക്രീം ഞാൻ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ല സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം തിളപ്പിക്കണ്ട കേട്ടോ. ക്രീം ഒഴിച്ചതിന് ശേഷം തിളപ്പിക്കണം എന്നൊന്നുമില്ല. വേണമെങ്കിൽ തിളപ്പിച്ച് കൊടുക്കാം. ഞാൻ തിളപ്പിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ ഞാൻ അതിന് ശേഷം കുറച്ച് മല്ലിയില കട്ട് ചെയ്തും കൂടെ അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുത്തപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള മട്ടൻ കുറുമ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അപ്പോൾ നമുക്ക് ബീഫ് വെച്ചിട്ടും ഇങ്ങനെയൊക്കെ ചെയ്യട്ടോ. മട്ടൻ തന്നെ വേണമെന്നില്ല, ബീഫ് വെച്ചിട്ടും ചിക്കൻ വെച്ചിട്ടൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് അങ്ങനെയൊക്കെ കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ പണികളൊന്നും എനിക്ക് ഉണ്ടാവില്ല കേട്ടോ. സാധാരണ കുഞ്ഞിരായ മക്കളാണ് ഇങ്ങനത്തെ ഒക്കെ ചെയ്യൽ. അപ്പോൾ കുഞ്ഞിരാ അന്ന് എന്നോട് രാവിലെ പോകുമ്പോൾ പറഞ്ഞു ഞാൻ നേരം വൈകും നോമ്പെടുക്കാൻ വരാൻ, പിന്നെ ബാങ്ക് കൊടുക്കാൻ ടൈമിലൊക്കെ എത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളും എല്ലാം ഞാൻ തന്നെ കട്ട് ചെയ്യുക, ജ്യൂസ് അടിക്കൽ അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യാന്നുള്ളതിൽ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ അന്ന് കുഞ്ഞിരാ നോമ്പെടുക്കാൻ വന്നില്ല കേട്ടോ. അത് ഭയങ്കര സങ്കടമായി നേരം വൈകി. അപ്പോൾ കുഞ്ഞിരാ അന്ന് ബ്ലോക്കിൽ നോമ്പർപ്പിക്കൽ ചെയ്യുന്നിട്ടാ. അപ്പോൾ എന്നോട് പറഞ്ഞ് ഞാൻ അവിടെ നിൽക്കില്ല, മീറ്റിംഗ് ഉണ്ടായിരുന്നു, മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ ഞാൻ വരും, പിന്നെ നോമ്പർക്കന്നെ നിൽക്കണില്ലായിരുന്നു. പിന്നെ മരിബാങ്ക് കൊടുക്കാനായിട്ട് ഒരു 6 മണിയൊക്കെ ആയപ്പോൾ വിളിച്ച് പറയണേ വരാൻ പറ്റില്ല, അവിടുന്ന് വിടുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ 3 പേര് മക്കളും ഞാനും കൂടെ നോമ്പർക്കായിരുന്നു. അങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ ജ്യൂസായിട്ട് അന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് നമ്മളെ പാൽവെള്ളരില്ലേ, ആ പാൽവെള്ളരിയാണ് ഇത് നമ്മൾ ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഒരു മാവ് പോലെ കേട്ടോ. ഞാൻ ആദ്യമായിട്ട് അത് ജ്യൂസ് അടിക്കുന്നത്. ഇത് കൊണ്ടുവരലുണ്ട് കുഞ്ഞിട്ട്, പക്ഷേ ജ്യൂസ് അടിക്കലില്ല കേട്ടോ. ഞങ്ങൾ ഇങ്ങനെ തേങ്ങ പഞ്ചസാരൊക്കെ ഇട്ട് കഴിക്കലുണ്ട്, പക്ഷേ ജ്യൂസ് അടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ അത് കട്ട് ചെയ്താണ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കട്ടപ്പാലായിട്ട് ഇട്ട് കൊടുക്കുന്നത്, പാലിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ഏലക്കായ പൊടിച്ചതും കൂടെ ഇട്ട് പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് അടിച്ചെടുക്കട്ടെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ വേറെ ഒന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല. പിന്നെ ഞാൻ കുറച്ച് കസ്കസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ജ്യൂസ് കുടിക്കാനായിട്ട്. അപ്പോൾ ഇത് നമ്മൾ ഒന്നുകൂടെ നമുക്ക് ഹെൽത്തി ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശർക്കര പഞ്ചസാരക്ക് പകരം ശർക്കര ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക വനില എസൻസ് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ ഞങ്ങൾ ശർക്കരയും പിന്നെ തേങ്ങ ഇട്ടിട്ട് ഇത് തിന്നലുണ്ട്, പിന്നെ ജ്യൂസ് അടിക്കുന്ന ആദ്യമായിട്ടാണ്. അങ്ങനെ ഇനിയിപ്പോൾ പിന്നെ 5:30 മണിയൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് കോഴിയുടെ പണിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ പിന്നെ അപ്പം ചുട്ടെടുക്കാണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം കുറച്ച് അപ്പം ചുട്ടെടുക്കാൻ വിചാരിക്കണം മക്കൾക്കും പിന്നെ ഉള്ളത് കേട്ടോ. പിന്നെ ബാക്കി ഞാൻ ചിലപ്പോൾ മക്കൾ നോമ്പെടുക്കുന്ന ടൈമിൽ തന്നെ അപ്പമൊക്കെ കഴിക്കും. ഞാൻ പിന്നെ കഴിക്കില്ല കേട്ടോ. തറാവിയൊക്കെ കഴിഞ്ഞിട്ട് 9:30-10 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ അപ്പം കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ മക്കൾക്ക് കുറച്ച് ചുട്ടെടുക്കാന്നുള്ളതിൽ പിന്നെ നമുക്ക് ചൂടോട് കൂടി രാത്രി ചുട്ടെടുക്കാമല്ലോ. അങ്ങനെ ഞാൻ പിന്നെ കുറച്ച് അപ്പം ചുടാനായിട്ട് നിന്നിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ ഞാൻ കുറച്ചൊക്കെ ചുട്ടതിന് ശേഷം നമ്മളെ കോഴിവടൻ്റെ പണിയുണ്ടല്ലോ,
അപ്പം നമ്മൾ പുലർച്ചെ 5 മണി 5:30 മണി ടൈമിൽ തന്നെയല്ലേ പിന്നെ മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേ നേരമാകുമ്പോൾ തന്നെ നമുക്ക് നല്ല സോഫ്റ്റുള്ള അപ്പം ചുട്ടെടുക്കാനായിട്ട് പോട്ടും മാവൊക്കെ നല്ല പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നേ. ഇനിയിപ്പോൾ ഞാൻ നമ്മളെ കോഴിവടക്കുള്ള മാവൊക്കെ ഒന്ന് പിന്നെ പരത്തിയെടുക്കാനുണ്ട്. അപ്പം നമ്മൾ കുറേ അധികം നേരം മാവ് വെച്ചുകൊണ്ട് നല്ല ലൂസായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് അധികം പൊടി ഇട്ടിട്ടാണ് പിന്നെ പരത്തിയെടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ കുറച്ച് കട്ടി തന്നെ പരത്തിയെടുത്തു. അങ്ങനെ ഇനിയിപ്പോൾ ഞാൻ പരത്തിയെടുത്തതിന് ശേഷം ഒരു ഗ്ലാസ് വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്യാട്ടോ ചെയ്യണം, നമ്മളെ റൗണ്ട് ഷേപ്പിൽ. അപ്പോൾ ചെറിയ കോഴിവട കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുക്കണേ. അപ്പോൾ കോഴിവട എപ്പോഴും ഉണ്ടാക്കുമ്പോൾ ചെറുതാണ് കേട്ടോ, നമുക്ക് കാണാനും കഴിക്കാനൊക്കെ ടേസ്റ്റും ഭംഗിയൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഞാൻ ചെറുതായിട്ട് ഇതുപോലെ പിന്നെ കട്ട് ചെയ്ത് ഗ്ലാസ് വെച്ചിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഫില്ലിങ് വെച്ചിട്ട് ഇതുപോലെ നമ്മൾ മടക്കി കൊടുക്കൂലേ കോഴിവടക്ക് സാധാരണ മടക്കണ പോലെ അങ്ങനെ മടക്കി കൊടുക്കട്ടെ ചെയ്യുന്നത്. അപ്പം നമ്മൾ കോഴിവട ഞാനിവിടെ എല്ലാ പ്രാവശ്യം നോമ്പ് 1നോ 2നോ കോഴിവട സാധാരണ ഉണ്ടാക്കലുണ്ട് കേട്ടോ. 1 എന്തായാലും ഉണ്ടാക്കും, ഇല്ലെങ്കിൽ 2 എന്തായാലും ഉണ്ടാക്കലുണ്ട്. പക്ഷെ നമുക്ക് ഈ പ്രാവശ്യം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ, എപ്പോഴാണ് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ പിന്നെ അവിടെ ഉമ്മാൻ്റെ അടുത്ത് നോമ്പറക്കാൻ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ കോഴിവട. അങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ കോഴിവട ഞാൻ അതുപോലെ ഫില്ലിങ് മുഴുവനായിട്ടൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ, ബാക്കി ഞാൻ പിന്നെ എടുത്ത് വെച്ചു പിന്നെ ഉണ്ടാക്കാന്നുള്ളതിൽ. ഫില്ലിങ് നമ്മൾ കുറച്ച് അധികം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ രാത്രി ഞാൻ കുറച്ച് മുന്നിരാവ് വന്നതിന് ശേഷം മുന്നിരാവ് പിന്നെ ഫ്രൈ പൊരിച്ചെടുത്തു മുഴുവനായിട്ട്. ഇപ്പോൾ ഉണ്ടാക്കി ഞാൻ മുഴുവനായിട്ട് തന്നെ പൊരിച്ചെടുത്തിട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ ഞാൻ കോഴിവടൊക്കെ അതുപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട്. നല്ല തിളച്ച എണ്ണയിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. തിരിച്ചു മറിച്ച് പെട്ടെന്ന് തന്നെ റെഡി ആവും കേട്ടോ. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് വേവിച്ചെടുക്കാം, പെട്ടെന്ന് തന്നെ റെഡി ആയിക്കും. അങ്ങനത്തെ അപ്പോൾ നമ്മൾ കോഴിവട ഫ്രൈ ചെയ്യൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് കാടമുട്ട ഫ്രൈയും കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. കാടമുട്ട ഫ്രൈ അല്ല, റോസ്റ്റ് ഉണ്ടാക്കും. അപ്പോൾ ഞാൻ കുക്കറിലിട്ടിട്ട് ഇന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാടമുട്ട. അപ്പോൾ അതൊന്ന് ഞാൻ റോസ്റ്റ് ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തലേന്ന് പിന്നെ മോണ്ടന് കുറച്ച് മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് കാടമുട്ട റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എന്തൊക്കെ ഇട്ടെന്ന് അവനിക്കെന്നെ അറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തൊക്കെ ഇട്ടെന്ന്. അപ്പോൾ കുറച്ച് പൊടികളൊക്കെ പറഞ്ഞത് എന്തൊക്കെയോ ഇട്ടിട്ട് ഉണ്ടാക്കണുണ്ടായിരുന്നു. മുളകും പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാലപ്പൊടി, അതുപോലെ തന്നെ നമ്മളെ ഒറിഗാനോ, പിന്നെ മജ്ബൂസിൻ്റെ പൊടിയില്ലേ അതൊക്കെ ഇട്ട് കൊടുത്തിന് കേട്ടോ. അപ്പം ചിക്കൻ മസാലേൻ്റെ പൊടിയാണിത്. അപ്പോൾ അതുപോലെ ഞാനും ഉണ്ടാക്കി നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മജ്ബൂസിൻ്റെ പൊടിയും അതുപോലെ തന്നെ ഒറിഗാനോ ഇത് രണ്ടും സ്പെഷ്യലായിട്ട് ഇട്ടതായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ സാധാ പിന്നെ മുട്ട ഇതുപോലെ മസാല ഉണ്ടാക്കുമ്പോൾ ഈ പൊടികൾ ഇടൂലല്ലോ. അങ്ങനെ അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് ഞാൻ നല്ലൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കണ്ടേ. ഇനിയിപ്പോൾ നമ്മൾ ചീനച്ചട്ടി വെച്ചതിലേക്ക് വെളിച്ചെണ്ണ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഒഴിച്ചതിന് ശേഷം നമ്മളെ പൊടികൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക ചെയ്യേണ്ടത്. അപ്പം പൊടികളിട്ട് ഒന്ന് ഇതുപോലെ നല്ലൊന്ന് ചൂടാക്കി പൊടികളൊക്കെ ചൂടാക്കിയിട്ടതിന് ശേഷം നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള കാടമുട്ടില്ലേ അത് ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കാം കേട്ടോ. പൊടികൾ നല്ലൊന്ന് റോസ്റ്റായി വന്നതിന് ശേഷം പിന്നെ ഇതുപോലെ ഒന്ന് ഇട്ടിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ അതിലേക്ക് പിന്നെ ഒരു സവാളയുടെ ചെറിയൊരു കഷ്ണം സവാള എടുക്കുന്നുണ്ട്. പിന്നെ ചെറിയൊരു തക്കാളി അല്ലെങ്കിൽ ഒരു തക്കാളിയുടെ പകുതി ഇട്ടിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് അടച്ച് വെക്കട്ടെ. ഒരു മിനിറ്റൊക്കെ അടച്ച് വെച്ചാൽ മതിയോ. നമ്മളെ തക്കാളി വേവണമെന്നില്ല, പച്ച തക്കാളി തന്നെയാണ്. ചെറുതായിട്ട് അതിൽ നിന്നുള്ളൊരു വെള്ളം ഇറങ്ങിയിട്ടൊന്നും ലൂസാവില്ല അങ്ങനെ. അപ്പോൾ ആ ടൈം ആകുമ്പോൾ നമുക്കിത് കോരിയെടുക്കട്ടെ. അപ്പോൾ ഈ ടൈമിൽ കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കട്ടോ. അപ്പം ഞാൻ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് അത് ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് കോരി എടുത്ത് നമ്മൾ നല്ല ടേസ്റ്റുള്ള കാടമുട്ടൻ്റെ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ നമ്മൾ കിച്ചണിലെ പണികളൊക്കെ കഴിഞ്ഞ് പിന്നെ ശേഷം ഞാൻ കിച്ചണ് സാധാരണ ഒന്ന് തുടക്കും കേട്ടോ. കാരണം ഒരു എണ്ണമയം പോലെ നമുക്ക് നടക്കുമ്പോൾ ഒരു ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒന്നിക്ക് അടിച്ചു വരും. നമ്മളിപ്പോൾ അങ്ങനെ സ്നാക്സിന് ഇതിൻ്റെ ഒന്നും ഉണ്ടാക്കിയിട്ട് ഞാൻ അടിച്ചു വരും. പിന്നെ അല്ലെങ്കിൽ ഞാൻ അതുപോലെ ഒന്ന് പെട്ടെന്നൊന്ന് തുടച്ചെടുക്കും. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് ഞാൻ പിന്നെ ടേബിളിൽ കൊണ്ടുവയ്ക്കാൻ പോകാം കേട്ടോ, നോമ്പറക്കാനുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ താഴെ ഇരുന്നിട്ട് തന്നെ നോമ്പറക്കുക കേട്ടോ. നമ്മൾ ഡൈനിങ് ടേബിളിൽ കൊണ്ടുവയ്ക്കൊന്നുമില്ല, കിച്ചണിൽ താഴെ ഇരുന്നിട്ട് നോമ്പറക്കും. അപ്പോൾ പിന്നെ അവിടെ തുടയ്ക്കണമല്ലോ. അങ്ങനെ ഇനിയിപ്പോൾ കോഴിയോടൊക്കെ ഞാൻ ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കാടമുട്ട മസാല ഇല്ലേ അത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഞാൻ. ഇതുപോലെ പിന്നെ പാത്രത്തിലേക്ക് എടുത്തിട്ട് സ്റ്റിക്കൊക്കെ ഇങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ എല്ലാം ടേബിളിൽ കൊണ്ടുപോയി സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ. അൽഹംദുലില്ലാ അന്നത്തെ നോമ്പ് തുറൻ നല്ല റാഹത്തായിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അന്ന് കുഞ്ഞിരാ ഉണ്ടായിട്ടില്ല നോമ്പറക്കാൻ, ആ ഒരു സങ്കടം ഉണ്ടായിട്ടുള്ളൂ. നോമ്പ് തുറക്കാൻ അൽഹംദുലില്ലാ റാഹത്തായിരുന്നേ. അപ്പോൾ ഇത്രയൊക്കെ കേട്ടോ നമ്മൾ അന്നത്തെ നോമ്പ് തുറൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒക്കെ കുറച്ച് ലെങ്ത്ത് കൂടുതലാണ്. അപ്പോൾ എനിക്ക് ഒന്നും സ്കിപ്പ് ചെയ്യാനായിട്ട് തോന്നില്ല കേട്ടോ. മുഴുവൻ കാര്യങ്ങളും ഞാനിതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോക്ക് പിന്നെ ലൈക്ക് ചെയ്യട്ടോ. നമ്മൾ അത്ര എഫേർട്ട് എടുത്ത് ചെയ്ത വീഡിയോ അല്ല. അപ്പോൾ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടവരൊക്കെ, ഇഷ്ടപ്പെടാത്തവരൊക്കെ ഡിസ്ലൈക്കും കൂടെ ചെയ്യട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കമൻറ്റ് എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റായിട്ട് എഴുതാം.
അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോയുമായി കാണുന്നവരെ ഓക്കെ ബായ്.